ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് നേരം നോക്കി നേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെ താഴത്തോട്ട് ഇറങ്ങി. താഴത്ത് പിന്നെ എന്നുള്ള പോലെ തന്നെ അപ്പോൾ അത് കാരണം എൻ്റെ ഡ്യൂട്ടി ചോറും കറിയും വെക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രാവിലത്തേക്കുള്ള ഉപ്പേരിക്കുള്ളത് മത്തനാണ്. പിന്നെ അതൊക്കെ നന്നാക്കി എടുക്കണം. മത്തൻ ഇങ്ങനെ തേങ്ങ ഇട്ട് ഒതുക്കി കണ്ട് വെക്കാമെന്ന് കരുതി അത് നന്നാക്കി അതങ്ങനെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴുകി വാരി വൃത്തിയാക്കി മത്തനൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പത്തത് വേവിക്കാൻ വെക്കണം കേട്ടോ. അത് വേവിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി സെറ്റാക്കി അടുപ്പിലോട്ട് വെക്കുമ്പോഴാണ് മൂത്തച്ചി രാവിലത്തെ ചായക്കുള്ള കടലക്കറിക്കുള്ള തക്കാളിയൊക്കെ അരിയിടാണ്ട് പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ട് അവിടെ കുക്കറിലേക്ക് വെച്ച്. അപ്പോഴേക്കും നേരത്തെ എണീറ്റ് വന്നിട്ട് അങ്ങനെ വടി ഇല്ലാത്ത ദിവസം നേരത്തെ എണീക്കും. പിന്നെ അവർക്ക് ചായയും നുറുക്കും കൊടുത്ത് അങ്ങനെ പിന്നെ കഞ്ഞീൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അരി കഴുകി അടുപ്പത്തിടാമെന്ന് വിചാരിച്ച് അങ്ങനെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് അപ്പോഴേക്കും മീൻകറിയാണെന്ന് വെക്കണം. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയതും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും കുറച്ച് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മുടെ മത്തന് വേണ്ടി ഉടക്കാനുള്ള തേങ്ങ കുറച്ച് അതിൽ കുറച്ച് ജീരകവും മഞ്ഞളും ഇട്ടുകൊണ്ട് അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മത്തന് കടുക് പൊട്ടിച്ച് ഈ തേങ്ങ ഒതുക്കിയത് അതിനകത്തേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് മത്തനും വാരിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ്. പിന്നെ മീൻ കിട്ടി. 2 ദിവസം മീൻ കിട്ടിയിട്ടുണ്ടായില്ല. ഇന്ന് കിട്ടിയത് വത്തലും പുതിയാപ്പിളക്കോര. ഞങ്ങളുടെ നാട്ടിൽ പുതിയാപ്പിളക്കോര എന്ന് പറയും, ഇവിടെ കോര എന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് നന്നാക്കി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും പൂച്ചപ്പട്ടാളങ്ങൾ എത്തി നോക്കിയിരിക്കുന്നു. മീൻ വെട്ടി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മോള് വന്നിട്ടാണ് വിശക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുട്ട് കൊടുത്തിട്ട് കഴിക്കാണ്ട് അങ്ങനെ നോക്കിയിരിക്കുക. ഞാനത് കുറച്ച് മീനൊക്കെ വെട്ടി മാറ്റി വെച്ച് പിന്നെ മീൻകറിക്കുള്ള ഉരുളി എടുത്ത് അതിനകത്തേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് കുടംപുളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് നല്ലോണം ഞെരടിയതിന് ശേഷം തേങ്ങ വെച്ചിട്ട് അത് അടുപ്പത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോകാം. അപ്പോൾ കാക്കും വന്ന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് കാക്കിന് ഭക്ഷണം കൊടുത്ത് അപ്പോൾ വിഷമ കണ്ണൂടാന്ന് പറഞ്ഞ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. മോള് കഴിക്കാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. ഇപ്പോൾ വന്നാന്ന് പറഞ്ഞാൽ കാക്കുകളെ എടുത്തോണ്ട് പോയില്ല. പിന്നെ അപ്പോൾ എന്നാലും കഴിച്ചല്ല. അപ്പോൾ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനും പുട്ടും പച്ചക്കറി എടുത്തിട്ട് മോൾക്ക് കുറച്ച് വാരി കൊടുത്തു. പക്ഷെ എന്നാലും നമ്മൾ കഴിച്ചില്ല. പിന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മേടിക്കുന്ന മീൻ വന്നിട്ടുണ്ടായി. അങ്ങനെ മീനും അതും വെട്ടി നന്നാക്കി മസാല വരട്ടാൻ പിന്നെ പൊരിക്കാനുള്ളത് ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ വെള്ളുള്ളി ഇഞ്ചി ചതച്ച് അത് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ കൂടി ഇട്ടിട്ട് മറ്റേ കോര വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചിട്ട് പരട്ടി മാറ്റി വെച്ചു. അങ്ങനെ മസാലയൊക്കെ പറ്റി മീനൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും മീൻകറി ആയിട്ടുണ്ടായി. പിന്നെ അതൊന്ന് തൂമിക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവയും ചെറിയുള്ളി ഉണ്ടായില്ല. അപ്പോൾ പിന്നെ കുറച്ച് ചെറിയതായിട്ട് സവോള അരിഞ്ഞിട്ടുണ്ടായി. അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് ഇത്തിരി കൂടി എരിവുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതും അങ്ങനെ വാട്ടി അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ടാണ്. അപ്പോൾ ആ കറി അങ്ങനെ സെറ്റായിക്കുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കഴിച്ച് നോക്കിയാൽ പറഞ്ഞാലേ അറിയുള്ളൂ. എന്തായാലും ഇത് ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. ഈ വത്തൽ എന്ന് പറഞ്ഞ കറി വെക്കണം. അങ്ങനെ പിന്നെ കോര പൊരിക്കാൻ വേണ്ടി പോവാണ്. മീൻ പൊരിക്കായിട്ടതിന് ശേഷം പിന്നെ അവിടെ അടുപ്പൊക്കെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പം എണ്ണയും കച്ചറയൊക്കെ ആയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. മീൻ പൊരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ തുടക്കണുണ്ട്. എനിക്ക് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ എന്തോപോലെ തോന്നും, മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത. പിന്നെ അതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഒരു റാഹത്താണ്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പാത്രം ഉണ്ടായി കഴുകാനായിട്ട്. മുത്തച്ചി എല്ലാം കഴുകി വെച്ചിട്ട് പോയിട്ടാണ്. ഞങ്ങളങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യണ കാരണം കുഴപ്പമുണ്ടാവില്ല. എല്ലാം പിന്നെ എന്നാലും ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി പാത്രങ്ങളുണ്ടായി. പിന്നെ അതൊക്കെ ഞാൻ വൃത്തിയാക്കി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ആ സിങ്കൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകാൻ കേട്ടോ. കാരണം മീൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഇതായിരുന്നു മീൻ ചതമ്പൽ ഇങ്ങനെ തെറിച്ചിട്ട്. കോരയാകുമ്പോൾ നല്ല മീനിൻ്റെ ചതമ്പലുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്ര